ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഇവിടുത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കൾ മദ്രസ പോയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല കോടയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇക്കാൻ്റെ പെങ്ങളും മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തറവാടാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും വരാറുണ്ട് നിൽക്കാൻ. ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ നിന്നു കേട്ടോ. മക്കൾ മദ്രസ വിട്ട് വന്നാൽ പിന്നെ തുടയ്ക്കൽ നടക്കൂല, എല്ലാവരും ഉള്ളതല്ലേ. അപ്പം പിന്നെ തുടയ്ക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസം കൂടിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാനും അലക്കാനും വേണ്ടിയിട്ട് മുറ്റത്തേക്ക് പോയി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കോഴിനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് തിന്നാനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് അവരെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കോഴിക്കളെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുറേ കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പട്ടി പിടിച്ചിട്ടും പിന്നെ കുറച്ചൊക്കെ ചത്തുപോവുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ കോഴികൾ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കുറേ കോഴിക്കളൊക്കെ ഞാൻ വിരിയിപ്പിച്ചിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഒക്കെ ഇപ്പോൾ ഇല്ലാണ്ടായി, കുറച്ചേ ഉള്ളൂ. ഇതിലുള്ള ചെറിയ 2 എണ്ണം നാടൻ കോഴിക്കളാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അവർ വലുതായിട്ട് അവരെ വിരിയിപ്പിക്കണം. ഇവരാൾ കുറച്ച് കച്ചറയാണ് കേട്ടോ. ചെറിയവരെ തിന്നാൻ ഇവർ സമ്മതിക്കില്ല. പിന്നെ അവർ തിന്ന് പോയിട്ടാണ് പിന്നെ ഇവർ എന്താ പറയുക ശരിക്കും തിന്നല്. അപ്പം ഞാനെന്താക്കി കുറച്ച് കയ്യിലെടുത്തിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അലക്കലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉള്ള ദിവസമല്ലേ, അപ്പോൾ കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സെറ്റപ്പിലൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, നമ്മളതായ രീതിയിൽ ചെറുതായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അലക്കി വരുമ്പോഴേക്കും അവർ പിന്നെ ചിക്കനൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയ്ക്കുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. നമ്മൾ കുക്കറിലാണ് കേട്ടോ മസാലയും ചോറൊക്കെ കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ചിക്കന് നമ്മൾ അടുപ്പത്തുനിന്ന് പൊരിച്ചെടുത്തു. ഞാൻ അധികവും കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറ്. പിന്നെ എന്താ പറയുക, അടുപ്പത്ത് ഞാൻ ചോറ് വെക്കുകയാണെങ്കിൽ എനിക്ക് വേവ് കറക്റ്റ് ആവില്ല. ഇവിടെ ഉപ്പാക്കും ഉക്കാക്കും ഒക്കെ ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്നതാണ് ഇഷ്ടം. അതാകുമ്പോൾ നല്ല മയം ഉണ്ടാവും കേട്ടോ ചോറ്. അതുകൊണ്ട് ഞാൻ അധികവും കുക്കറിലാണ് ചോറ് ഉണ്ടാക്കൽ. അങ്ങനെ മസാലയ്ക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പിന്നെ എന്താ പറയുക ചപ്പുകളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബിരിയാണി മസാലയിൽ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇടുക. കുക്കറിൽ വേവിക്കുന്ന ടൈമിൽ ഇടാറില്ല. എനിക്കപ്പോൾ അത് എന്താ പറയുക എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ മിക്സ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആണ് അത് ചെയ്യൽ. പിന്നെ നമ്മൾ ചോറിലേക്കുള്ള അരി കഴുകിയിട്ട് ഊറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ അരി കുറച്ച് നേരം എന്താ പറയുക ഒരു 2-3 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചോറ് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ എൻ്റെ താത്ത പറഞ്ഞിരുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. നല്ല രസമാണ്. എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്ത് കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡൊക്കെ ആക്കുന്നത്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ ഫുഡ് ആക്കാറൊക്കെ ഉള്ളത്. പിന്നെ ചോറിലിടാൻ പട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പട്ടൻ്റെ ലീഫ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിടാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്യലുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പട്ടൻ്റെ ലീഫിന് നല്ല സ്മെല്ലാണല്ലോ. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചോറ് കുക്കറിൽ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചോറ് വെക്കാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ പട്ടൻ്റെ ലീഫ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം കുറച്ച് ചൂടാകുമ്പോൾ ഒരു എന്താ പറയുക ഒരു തിളക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് കേട്ടോ ഞാൻ അരി ഇടൽ. അങ്ങനെ അരി ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചോറൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ മസാല ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ കൂടെ ചോറ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാല അങ്ങനെ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ റോസ്റ്റ് ചെയ്ത സവാളയും മറ്റേ കിസ്മിസും ക്യാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ദമ്മ് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ അത്
എന്താ പറയുക ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് റെഡിയാക്കിയപ്പോൾ ഒരു 12:30 ഉച്ചയ്ക്ക് ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1 മണി 1:15 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡാക്കി കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ആക്കുന്നതിൽ വലിയ ടാസ്ക്കാണ് പാത്രം കഴുകൽ. ഫുഡ് കഴിച്ചിട്ടും ഉണ്ടാവും പാത്രം കഴുകാൻ. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്ന് എല്ലാവരും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. മുറ്റത്തൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു ആരും. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവരും വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവർ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ടുള്ള വർക്കൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ട് ഈ പേച്ച് വർക്കിനൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു. നൈറ്റി ബിറ്റൊക്കെ ഇറക്കിയിട്ട് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഓരോ സിറ്റുവേഷനും കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതുപോലെ ആരെങ്കിലും കൊണ്ടുതരുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയാറില്ല കേട്ടോ. നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്നൊന്നും പറയാറില്ല. കൊണ്ടുതരുമ്പോൾ അത് വാങ്ങിയിട്ട് അവർക്കത് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മോൾക്കും എനിക്കുള്ളതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്, പുറത്ത് കൊടുക്കാറില്ല. മോൾക്കുള്ള ഫ്രോക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. പിന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഓവർ പണി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്തെങ്കിലും കടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അരയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ അത് റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് തന്നെ കയറിയിട്ടോ. അരി അരക്കുന്ന കറക്റ്റ് റെസിപ്പി, അരി അരക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അരി അരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചോറും കുറച്ച് തേങ്ങയും പിന്നെ ചെറിയ ജീരകവും ഏലക്കായും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ജാറിലേക്ക് പിന്നെ നമ്മൾ വെല്ലം ഉരുക്കിയിട്ട് ചൂടോടെ തന്നെ അത് ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റോളം, അധികമൊന്നും വെക്കണ്ട. ഈ ചോറും തേങ്ങയും കൂട്ടിയതുകൊണ്ട് കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായി പോവും. പിന്നെ എന്താ പറയുക, നമ്മൾ കറക്റ്റ് വിചാരിച്ച പോലെ കിട്ടൂല. ഇത് നമ്മളെ വർക്ക് ഏരിയ എന്നാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അടുത്തെല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോന്ന് സംസാരിച്ച് ചൂടോടെ തന്നെ എടുത്ത് തിന്നുന്നൊക്കെ ഉണ്ട്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരം. ആ ഒരു ടൈം നല്ല രസമായിരുന്നു. എനിക്ക് പിന്നെ വല്ലപ്പോഴും അങ്ങനത്തെ അവസരം കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും എപ്പോഴും. ഇവരെപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. പിന്നെ പകലൊക്കെ മക്കൾ സ്കൂളിൽ പോയാലൊക്കെ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ഞാനപ്പോൾ. എനിക്ക് ഇവരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടി മക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ വൈകുന്നേരം ആയപ്പം ഏട്ടൻ്റെ വൈഫും മോളൊക്കെ പിന്നെ പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.